മമ്മൂക്ക ഭയങ്കര കോപ്പറേറ്റ് ചെയ്തൊരു സിനിമയാണ്. ബിജു മേനോനും മമ്മൂക്കയൊക്കെ നമ്മൾ ഒരു ഭയങ്കര സൗഹൃദം ഉണ്ടായിരുന്നൊരു സിനിമയായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ ഇത് നടന്നിട്ട് വണ്ടി അപ്പോൾ മമ്മൂക്കയുടെ ഞാൻ പറഞ്ഞു നമുക്ക് ഇത് ഭയങ്കര പ്രശ്നമാണല്ലോ, എന്താ ചെയ്യേണ്ടത്, വളരെ സൂക്ഷിച്ച്. ഒന്നാമത്തെ ഒരു സിനിമയുടെ ഇടയിൽ ഇത്രയും വലിയൊരു ഹീറോയും കൊണ്ട് നമ്മൾ ഫോറസ്റ്റിന് നടുക്കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ടെക്നിക്കൽ സൈഡിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ഉണ്ടെങ്കിൽ സിനിമയുടെ ഭംഗി കൂടും. അതെല്ലാവരും ഒരുപോലെ നിൽക്കണം. അത് ഈ സിനിമയിലുണ്ട്. ആനയാണ് വെച്ച് ഫസ്റ്റ് ഷോട്ട് എടുത്തത്. ആ ആന എന്ത് ചെയ്താൽ അതിൻ്റെ ഷോട്ട് കഴിഞ്ഞു അത് പോവില്ല. കാരണം വെച്ചാൽ ഈ വന്നവരെല്ലാം പഴക്കൊലയും ഈ കാര്യങ്ങളെ കൊണ്ട് കൊടുത്ത് അത് കുഞ്ഞ് ആനയാണ്. അതിന് ഇഷ്ടം കൂടിയിട്ട് അത് ഒരു വിധത്തിൽ വണ്ടി കയറി പോവില്ല. ശ്രീനേട്ടൻ പിന്നെ അതിന് ശേഷം അത് മനസ്സിലാക്കുകയും ആ സിനിമ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മളോടൊപ്പം കൂടെ നിൽക്കുകയൊക്കെ ചെയ്ത് അന്നത്തെ ഏറ്റവും വലിയ ഹിറ്റാണ് ആ സിനിമ. ലാൽ ജോസ് എന്ന് പറയുന്ന ഒരാൾ ഒരു മികച്ച സംവിധായകനാണ്. ഇത്രയും നല്ല സിനിമ ചെയ്തിട്ടുണ്ട്. ജീവിതത്തിൽ അതാ ഞാൻ പറയുന്നത്, ഞാൻ ഒരിക്കലും അത് മറക്കാത്ത ഒരു കാര്യങ്ങളാണ്. അതൊക്കെ അങ്ങനത്തെ ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ സമ്മാനിച്ച ഒരു സിനിമയാണ് ഈ പറഞ്ഞ മറവത്തൂർക്കനാണ്. നമസ്കാരം, കോക്കസ് മീഡിയ എന്റർടൈൻമെന്റ്സിലേക്ക് സ്വാഗതം. മലയാളികൾക്ക് ഗ്രാമീണമായ സൗന്ദര്യത്തിന്റെ ഒരുപാട് കാഴ്ചകൾ സമ്മാനിച്ച ഒരു സിനിമ, ഒരു മറവത്തൂർക്കനവ്. അതിന്റെ വിശേഷങ്ങളുമായി നമ്മുടെ കൂടെയുള്ളത് എം രജിത് സാറാണ്. ഹായ് സർ. അപ്പോൾ കോക്കസിന്റെ ബാനറിലുള്ള മറ്റൊരു സിനിമ എന്ന് പറയുന്നത് ഒരു മറവത്തൂർ കനവായിരുന്നു. എങ്ങനെയായിരുന്നു സിനിമയിലേക്കുള്ളൊരു എൻട്രി? അതിന് മുമ്പ് തന്നെ കോക്കസുമായിട്ടുള്ള ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. എനിക്ക് ഓർമ്മയാണെന്ന് വെച്ചാൽ ശ്രീനേട്ടനാണിത് ആദ്യം ഈ ഇങ്ങനെ വേറൊരു പ്രൊഡ്യൂസർ ഇത് ചെയ്യാൻ വേണ്ടി ആലോചിച്ചിരുന്നൊരു കഥയായിരുന്നു. പക്ഷെ അത് നടക്കാതെ പോവുകയും കാര്യങ്ങൾ ചെയ്തിട്ട് ആ പ്രൊഡ്യൂസറുടെ സമ്മതത്തോടുകൂടി ശ്രീനേട്ടൻ പറഞ്ഞിട്ട് BTH ഹോട്ടലിലാണ്, BTH ഹോട്ടലിൽ വെച്ചാണ് എൻ്റെ ഈ കഥ കേൾക്കുകയും ഇതിന് ശേഷം സിയാദക്ക് എന്നോട് പറയുന്നത് ഇങ്ങനൊരു സംഭവമുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ സിനിമയുടെ കഥ കേൾക്കുമ്പോൾ ലാൽ ജോസിൻ്റെ തുടക്കം സിനിമയാണ്. അതിൻ്റെ കഥ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കഥ. നമ്മൾ സിനിമ അങ്ങനെ തന്നെയാണ്, പക്ഷെ കഥ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയൊരു പടമാണ്. അപ്പോൾ പക്ഷെ ആ സിനിമയെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് അത് മമ്മൂക്കയുടെ നായികയായിട്ട് വരുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അന്ന് ദിവ്യൗണിയാണ്, എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമാണ്. അപ്പോൾ അത് ലാൽ ജോസ് എന്ന് പറയുന്ന ഒരാൾ കുറച്ച് ഈ പറഞ്ഞ പോലെ നല്ല കുറേ സിനിമകളുടെ അസോസിയേറ്റായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ട് അതിനുശേഷം കമൽ സാറിൻ്റെ കൂടെയും പലരുടെ കൂടെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ചെയ്തിട്ട് വന്നതിന് ശേഷം ഇങ്ങനെ ലാലു ഭയങ്കര ഒരു ഇതായിട്ട് നിൽക്കുന്നു. ഞാൻ ആ ശ്രീനേട്ടൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചു. ആ ശ്രീനേട്ടൻ സ്ക്രിപ്റ്റിൻ്റെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ മറ്റുള്ളവരെ പോലല്ല, എന്ത് വേണം അത്ര എഴുതുള്ളൂ. അല്ലെന്ന് വെച്ചാൽ അങ്ങനെ ഒരുപാട് സീൻസ് എഴുതത്തില്ല. ആ ഓരോ സീനുകളും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ആ സീനുകൾ അങ്ങനെ വെച്ചിട്ട് ചെയ്യുള്ളൂ. പക്ഷെ ആ സിനിമ എന്ന് പറയുന്നത് അതിൽ കാസ്റ്റിംഗ് സത്യത്തിൽ അറിയാം. മമ്മൂക്കയുടെ ഫ്രണ്ട്സ് അതൊരു ഗ്രൂപ്പായിട്ടുണ്ട്. അതുപോലെ മോഹിനി, ബിജു മേനോൻ, അത് അങ്ങനെ എല്ലാം. പക്ഷെ ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ലൊക്കേഷനായിരുന്നു. അത് ശരിക്കും പൊള്ളാച്ചിയിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പൊള്ളാച്ചിയിൽ ആ വീട് ഞങ്ങൾ ആദ്യം തന്നെ സെറ്റ് റെഡിയാക്കി. അത് അങ്ങനെ ഒരു അല്ല, ഇതിൻ്റെ എക്സ്റ്റൻഷനൊക്കെ ഇട്ടിട്ട് അതിന് മുകളിൽ ഒരു നില പോലെ പണിത് ആ മുകളിലിട്ട് കയറുന്ന പോലെയൊക്കെ ആക്കി സെറ്റ് ഉണ്ടാക്കി ആ കാര്യങ്ങൾ ചെയ്തിട്ടാണ് അതിൻ്റെ ഷൂട്ട് തുടങ്ങുന്നത്. അപ്പോൾ അതിനൊരു മാർക്കറ്റുണ്ട്. ഒരു മാർക്കറ്റ് എന്ന് വെച്ചാൽ ആ ബസ് നിർത്തുന്നതും ആ കാര്യം ആ കവല നമ്മൾ അതുപോലെ തന്നെ സെറ്റ് ഉണ്ടാക്കിയതാണ് അവിടെ. അതിൽ വരുന്നൊരു ബസ്സുണ്ട്, ഒരു മൂക്കൻ ബസ്സാണ്, പഴയ ഫോർഡിൻ ബസ്സുണ്ട്. ആ ബസ് നമ്മൾ മദ്രാസിൽ നിന്ന് കൊണ്ടുവന്നു. ഇതെല്ലാം എന്ന് വെച്ചാൽ എല്ലാം നമ്മൾ ഒരു സിനിമയ്ക്ക് വേണ്ടുന്ന എല്ലാം അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു ഷൂട്ട് തുടങ്ങുന്നത്. പിന്നെ കാസ്റ്റിംഗ് ഒക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് കാസ്റ്റിംഗ് ആണ്. പിന്നെ അതിൽ ശരിക്കും പറഞ്ഞാൽ ഈ നേരത്തെ കളിഞ്ഞാൽ വളരെ ഇളയരാജയായിരുന്നു. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ വിദ്യാസാഗറാണ്. അപ്പോൾ വിദ്യാസാഗറിൻ്റെ പാട്ടുകൾ അതിൽ ഗംഭീര പാട്ടുകളാണ്. അപ്പോൾ അതിൽ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഈ പാട്ടുകളൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ളൊരു തയ്യാറെടുപ്പ് നടത്തിയിട്ട് എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അന്ന് നമ്മൾ ഈ ചർച്ചൊന്നും ഷൂട്ട് ചെയ്യാൻ കിട്ടുന്ന സമയമല്ല, കിട്ടുന്നില്ലായിരുന്നു. അന്ന് ശരിക്കും നമ്മുടെ കേരളത്തിൽ അങ്ങനെ കിട്ടാൻ പാടായിരുന്നു. അങ്ങനെ അത് കോഴിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തൊരു പള്ളിയിലാണ് അത് ഷൂട്ട് ചെയ്തത്. വെച്ചാൽ അതിന് ലാൽ ജോസിൻ്റെ മനസ്സിലുള്ളൊരു ഷോട്ടുണ്ട്. ദിവ്യാവണി ഇങ്ങനെ സ്റ്റെപ്പ് കയറി അല്ല സ്റ്റെപ്പല്ല, മമ്മൂക്ക ഇങ്ങനെ കയറി വരുന്നത് തിരിച്ച് താഴോട്ട് പോകുമ്പോഴിങ്ങനെ തിരിഞ്ഞ് നോക്കി പോകുന്നതൊക്കെ ഒരു നല്ല സ്റ്റെപ്പ് വേണം. അങ്ങനെ നമ്മളൊരു സ്ഥലത്ത് ഇരുന്ന് കണ്ടുപിടിച്ച് കോഴിപ്പാറ എന്ന സ്ഥലത്ത് ഒരു പള്ളിയിലൊക്കെ ഷൂട്ട് ചെയ്തിരുന്നു. അങ്ങനെ അതിൻ്റെ ഷൂട്ടുമായി ബന്ധപ്പെട്ട് ഒരുപാട് നമ്മൾ
ബുദ്ധിമുട്ടുണ്ട്. അതിനകത്തൊരു വള്ളം പോലെ നമ്മുടെ അതിനകത്ത് ഈ പറഞ്ഞ അവർ പറയുന്ന കൊട്ടവഞ്ചി, ആ കൊട്ടവഞ്ചിക്കകത്ത് ഉള്ള ഷൂട്ടുമൊക്കെ അതൊക്കെ ഒഴുക്കുള്ള സ്ഥലമാണ്. അതൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്, അത് രാത്രിയിലൊരു ഉത്സവം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മറവത്തൂർ കനവ് എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ആർക്കും ഈ പറഞ്ഞ പോലെ ഭയങ്കര തിരക്കായി ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. പക്ഷേ ഷൂട്ട് ഭയങ്കര സന്തോഷമായിരുന്നു. ഒരുപാട് ദിവസം രാത്രിയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, പാട്ടുകളൊക്കെ രാത്രിയിൽ നൈറ്റ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മമ്മൂക്ക ഭയങ്കര കോപ്പറേറ്റ് ചെയ്തൊരു സിനിമയാണ്. ബിജു മേനനും മമ്മൂക്കയൊക്കെ നമ്മൾ ഒരു ഭയങ്കര സൗഹൃദം ഉണ്ടായിരുന്നൊരു സിനിമയായിരുന്നു. കാരണം എല്ലാവരും ഭയങ്കര ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടുള്ള സിനിമയായിരുന്നു. എൻ്റെ ടെക്നീഷ്യന്മാരായാലും അന്ന് വിപിൻ ചേട്ടനാണ് എൻ്റെ ക്യാമറ വർക്കൊക്കെ ചെയ്തിരിക്കുന്നത്. അതിലെനിക്ക് മറക്കാൻ പറ്റാത്ത കാര്യം എന്ന് വെച്ചാൽ അതിലൊരു വാഴക്കൃഷി നടന്ന ഒരു സ്ഥലമുണ്ട്. അത് വന്ന് ഈ പന്നി വരുന്നതൊക്കെ പറഞ്ഞിട്ട് ഇഷ്യൂസും കാര്യങ്ങളും അവിടെ വെള്ളം മറ്റേ ഈർപ്പം അതൊക്കെ ഉണ്ടാകുന്ന ആ ഒരു കൃഷിസ്ഥലം. ആ കൃഷിസ്ഥലം നമ്മൾ ഷൂട്ട് ചെയ്യാൻ കണ്ടുപിടിച്ചു ഫോറസ്റ്റിനകത്താണ്. എന്നുവെച്ചാൽ കാട് വെട്ടിത്തെളിച്ച് ചെയ്യുന്നൊരു സ്ഥലമായിട്ടാണല്ലോ അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മ എന്ന് വെച്ചാൽ അന്ന് ആ സ്ഥലത്തേക്ക് എല്ലാ വാഹനങ്ങളും പോവില്ല. അപ്പോൾ വളരെ പാടാണ് വാഹനങ്ങൾ വരാൻ. അന്ന് ഒരു സുമോ വണ്ടിയിലാണ് ഈ മമ്മൂക്കയെ നമ്മൾ കൊണ്ടുപോകുന്ന കാര്യങ്ങൾ. അപ്പോൾ ഞാനാണ് എൻ്റെ കൂട്ട് പോകുന്നത്. അപ്പം അങ്ങനെ ഫോറസ്റ്റുകാർ പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ ഇത് ഒരു കാരണവശാലും അവിടെ 5 മണിക്ക് ശേഷം എന്ന് വെച്ചാൽ അപ്പോഴത്തേക്ക് ലൈറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും അവിടെ നിൽക്കരുത്. കാരണം വെച്ചാൽ എപ്പോഴും എന്ത് വന്യമൃഗങ്ങളും ആക്രമിക്കാത്ത സ്ഥലമാണ്. അതുകൊണ്ട് ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് എന്തായാലും എല്ലാവരും പോകണം. ഞങ്ങളത് പാലിക്കാറുണ്ട്. അങ്ങനെ വാഹനങ്ങളെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്തോ ഒരു വാഹനത്തിൻ്റെ കുറവും ദിവ്യാവണ്ണി ഉൾപ്പെടെ ഉള്ളവരൊക്കെ അവിടെ നിൽക്കുന്നതൊക്കെ കണ്ടപ്പം ഞാൻ മമ്മൂക്കയോട് പറഞ്ഞു, അപ്പുറത്തൊരു സ്ഥലത്ത് ഈ മാർക്കറ്റ് സെറ്റ് ഇട്ടേക്കുന്ന സ്ഥലത്തേക്കാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ വണ്ടിയിലൊന്ന് അവിടെ വിട്ടിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരുമല്ലോ. വരുമ്പോഴത്തേക്കും നമുക്ക് മതിയാവില്ല, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യുന്നതിന് അതിനെന്താ പോട്ടെ, ഇവരൊക്കെ പോട്ടെ, നമുക്ക് ഇവിടെ ഇരിക്കാം. ആ കലിങ്കിൽ കയറി അവിടെ ഇരുന്നു. ഞങ്ങളുടെ 2 പേര് ഇരുന്ന് ജോർജുണ്ട്, വേറെ ആരോ 1-2 പേര് ഉണ്ടാകും തോന്നുന്നു. അവിടെ ബാക്കി എല്ലാവരും പോയി. നേരെ ഇരുട്ടി തുടങ്ങി, വണ്ടി കാണാനില്ല. അത് കുറേ കഴിഞ്ഞപ്പോൾ അവിടെ ഇരിക്കുന്നത് ശരിയല്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ നടക്കാൻ തുടങ്ങി. നടന്നിട്ട് പോകുന്ന വഴിയിലൊന്നും വണ്ടി കാണാനില്ല, വണ്ടി വരുന്നില്ല. അപ്പോൾ ഞങ്ങൾ കുറേ ഇത് നടന്നിട്ട് വണ്ടി, അപ്പോൾ മമ്മൂക്കയുടെ ഞാൻ പറഞ്ഞു, നമുക്ക് ഇത് ഭയങ്കര പ്രശ്നമാണല്ലോ, എന്താ ചെയ്യേണ്ടത്, വളരെ സൂക്ഷിച്ച്. ഒന്നാമത്തെ ഒരു സിനിമയുടെ ഇടയിൽ ഇത്രയും വലിയൊരു ഹീറോയും കൊണ്ട് നമ്മൾ ഫോറസ്റ്റിന് നടുക്കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പറഞ്ഞു, നമ്മളിവിടെ വണ്ടി നോക്കി നിൽക്കണം, നമുക്ക് പതുക്കെ നടക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പിന്നെ നമ്മൾ ഈ പോകുന്ന പോക്കിൽ നമ്മൾ അവിടെ ഇവിടെ സൗണ്ട് കേട്ടാലൊന്നും തിരിഞ്ഞു നോക്കാതെ നമ്മൾ അതൊന്നും വെറുതെ കാറ്റടിക്കുന്ന സൗണ്ടായിരിക്കാം, പക്ഷെ ഒക്കെ നോക്കാതെ ഞങ്ങൾ പോകുമ്പോഴുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തിരിച്ചു വന്ന ഈ സുമോ എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് വന്നത് വരാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി, ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. പിന്നെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് വേറെ അതുകൊണ്ട് ആരും അറിഞ്ഞില്ല. ഈ മൊബൈൽ ഫോണൊന്നും അന്നില്ലല്ലോ, കിട്ടത്തില്ല. അപ്പോൾ അന്ന് വളരെ കുറച്ച് പേർക്കേ ഉള്ളൂ, പക്ഷെ അത് കിട്ടില്ല അവിടെ. അതുകൊണ്ട് അന്ന് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇത്രയും വലിയ ഹീറോയെക്കുറിച്ച് പറയുന്നത് അറിയാമോ, ഒരു പരാതി ആ കാര്യത്തിലൊന്നുമില്ല. നമ്മൾ കിലോമീറ്ററോളം നടക്കും, അപ്പോൾ നടന്നു പോവുക, അതല്ലെങ്കിൽ അതിനല്ലെങ്കിൽ ഞാനാണ് കുഴപ്പം ചെയ്തത്, ഒരു കാര്യമില്ലാതെ വണ്ടി അവിടെ എടുത്ത് വിട്ടത്. പക്ഷെ അതിനൊന്നും ഒരു ദേഷ്യപ്പെടാതെയൊക്കെ നമ്മളോടൊപ്പം സഹകരിക്കുക എന്ന് പറയുന്നത് അതൊക്കെ എൻ്റെ ജീവിതത്തിൽ അതാ ഞാൻ പറയുന്നത്, ഞാൻ ഒരിക്കലും അത് മറക്കാത്ത ഒരു കാര്യങ്ങളാണ്. അതൊക്കെ അങ്ങനത്തെ ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ സമ്മാനിച്ച ഒരു സിനിമയാണ് ഈ പറഞ്ഞ മറവത്തൂർ കനവ്. എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മ. ഇതിൻ്റെ ഡബ്ബിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നതിന് മുമ്പ് ശ്രീനേട്ടൻ ഈ സിനിമ ഇപ്പോൾ ലാൽ ജോസ് ഒരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശ്രീയാദൊക്കെ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ശ്രീനിവാസനെ ഇങ്ങനെ വിളിച്ചിട്ടൊന്നും അങ്ങോട്ട് ഫോൺ എടുക്കുന്നില്ല, കിട്ടുന്നില്ല, താനൊന്ന് വിളിച്ചു നോക്കണം. ഞാൻ വിളിക്കുമ്പോൾ ജയഭാരതി ഗസ്റ്റ് ഹൗസിലുണ്ട്, എന്താണ് എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞത്, അല്ല ആ സിനിമ ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച പോലെ എനിക്ക് നന്നായി വന്നിട്ടില്ലെന്ന് എനിക്ക് ഒരു സംശയം എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ശ്രീയാദൊക്കെ പറഞ്ഞു, അതെന്തോന്ന് പരിപാടിയാണ്, അയാൾ ഇങ്ങനെ എഴുതി വെച്ച് തന്നെ ഷൂട്ട് ചെയ്തിരിക്കുന്നതൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ചെറിയ എന്തോ ഒരു ഈ തെറ്റിദ്ധാരണ കൊണ്ട് തോന്നിയതാണ്. പക്ഷെ ശ്രീനേട്ടൻ പിന്നെ അതിന് ശേഷം അത് മനസ്സിലാക്കുകയും ആ സിനിമ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മളോടൊപ്പം കൂടെ നിൽക്കുകയൊക്കെ ചെയ്ത് അന്നത്തെ ഏറ്റവും വലിയ ഹിറ്റാണ് ആ സിനിമ. ഭയങ്കര സിനിമ എന്ന് വെച്ചാൽ ഒരു പുതുമുഖ സംവിധായകനായതുകൊണ്ട് ലാലിന് ഇത് ഒരു എല്ലാ കാര്യങ്ങളിലും പ്രൂവ് ചെയ്യുന്നവരെ പ്രത്യേകിച്ച് അവകാശവാദങ്ങളൊന്നും ഇല്ലാത്തൊരു സംവിധായകനായിരുന്നു.
ഇത് ചെയ്യുന്ന സമയത്ത് ജോലി 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 എന്നുള്ള മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു കാര്യം അത് വേണം ഇത് വേണം നമുക്ക് കിട്ടണം എന്നല്ലാതെ ഈ രാവിലെ മുതൽ ഇത്രമാത്രം കഷ്ടപ്പെടുന്നത് അത് ഇപ്പോഴും ഞാൻ പിന്നീട് ലാലിനെ വെച്ച് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ലാലും ഒക്കെ അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ഒരാളാണ്. പിന്നെ അതിൻ്റെ ക്രൂ എല്ലാം അതുപോലെ വളരെ നല്ല ആളുകളാണ്. അതുകൊണ്ട് ആ സിനിമ അതുപോലെ ഒരു വലിയ വിജയമായി. ആ സിനിമ എന്ന് പറയുന്നത് ഓരോ സിനിമകളും നമ്മളെ സംബന്ധിച്ച് അതിനകത്ത് വേണിച്ചേട്ടൻ ഉൾപ്പെടെയുള്ള എല്ലാവരും ഉണ്ടല്ലോ. എന്തൊരു രസകരമായ ഒരു സ്ഥലമായിരുന്നു അത്. എല്ലാവരും തമാശ പറയുന്നവരാകുമ്പോൾ ഒരു ലൊക്കേഷനിൽ ഭയങ്കര രസമാണ്. അതൊന്നും എനിക്ക് തോന്നുന്നു അങ്ങനെ ഷൂട്ടിംഗ് തീർന്നൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ട് പോലുമില്ല. കലാഭവൻ ഉൾപ്പെടെയുള്ളവരൊക്കെ എല്ലാവരും അതിനകത്ത് അഗസ്റ്റിൻ ചേട്ടനായാലും മറ്റേ ജെയിംസ് എന്നൊക്കെ പറഞ്ഞൊക്കെ ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ള ആളുകളാണ്. എല്ലാവരും ഉണ്ടായിരുന്ന സിനിമയാണ്. അപ്പോൾ സിനിമയിൽ ആക്ച്വലി ഇപ്പം ഈ സിനിമയെക്കുറിച്ച് സാറ് ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൊള്ളാച്ചി ആ ഏരിയ ആണ്. അപ്പോൾ ഈ ആക്ച്വലി നമ്മൾ ഒരുപാട് സിനിമകളിൽ കാണുന്ന കാഴ്ചകളാണ്. ഒരു നാട്, ഒരു കവല, ബസ് വരുന്ന, പിന്നെ വീട്, 2 നിലയുള്ള വീട്, 2 കുടുംബങ്ങൾ താമസിക്കുന്നത്. യൂഷ്വലി നമ്മൾ കാണുന്ന ഫ്രെയിം തന്നെയാണ്, മീൻസ് കാഴ്ചകൾ അത് തന്നെയാണ്. പക്ഷേ നമ്മൾ ഈ ഒരു സിനിമയിലേക്ക് വരികയാണെങ്കിൽ കോൺസെപ്റ്റ് സെയിം ആണെങ്കിൽ പോലും ഇവിടെ കൊടുത്തിരിക്കുന്നതൊക്കെ കുറച്ച് വെറൈറ്റിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ കോൺസെപ്റ്റ് നമുക്ക് പറയുമ്പോൾ ഇത് നമ്മൾ കണ്ടു മറന്ന കോൺസെപ്റ്റ് അല്ലേ, പക്ഷെ കാഴ്ചയിലേക്ക് വരുമ്പോൾ എല്ലാം ഡിഫറെൻ്റ് ആണ്. ഭയങ്കരമായിട്ട് നല്ല രീതിയിലാണ് എല്ലാം സെറ്റിട്ട് മേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയാണ്? മീൻസ് ഒരു ഡയറക്ടർ ആലോചിച്ച് അതേ രീതിയിൽ പിച്ച് ചെയ്തെടുത്ത് എങ്ങനെയാണ്? ആ ഒരു കാലഘട്ടത്തിൽ ലാൽ ജോസും നല്ല കാഴ്ചപ്പാടുള്ള ഒരാളായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ അതിൽ ശരിക്കും നറേഷൻ എന്ന് പറയുന്നതും ശ്രീനിയേട്ടൻ അതുപോലെ തന്നെ വിശദമായി എന്തെന്നൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും ലാലും അതിനേക്കാളും ഒരു ലോകം സൃഷ്ടിക്കാൻ നോക്കി. കാരണം അതിൻ്റെ കൂടെ എനിക്ക് ഇന്ന് അക്കു അക്ബറിൽ അക്കുവും ജോസ് എന്നൊക്കെ പറഞ്ഞ ആളിനന്ന് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി കൂടെ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവർ ശരിക്കും പറഞ്ഞാൽ ലാലിനെ സഹായിക്കാൻ വേണ്ടി അവർ രണ്ടുപേരുമാണ് ഈ ലൊക്കേഷൻ നോക്കാനും ഈ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. അന്ന് ആ ഡയറക്ടർ പ്രേമേന്ദ്രനാണ് ഒരു ആർട്ടൊക്കെ ചെയ്തത്. അപ്പോൾ എവിടെ പോയാലും അത് ഇന്നത് വേണം ഇങ്ങനെ വേണം എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി അവരുണ്ടായിരുന്നു. പിന്നെ സിയാദിക്കയുടെ സ്ഥാനത്താണെങ്കിൽ ഈ സെറ്റ് ഇടുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഇത് വേണമെന്നോ ഇതിനെക്കുറിച്ചോ ഒക്കെ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ നല്ല സപ്പോർട്ടും ഉണ്ടായിരുന്നു. ഇപ്പം രണ്ടും ഈ ഭാഗത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അതിനകത്ത് ശ്രദ്ധിച്ചാൽ അറിയാം അതെല്ലാം നല്ല വിഷ്വലി ഭയങ്കര ഭംഗിയായിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞങ്ങൾ പ്രിവ്യൂ കഴിഞ്ഞിട്ട് പോകുമ്പോഴേ, അപ്പോൾ വിപിൻ ചേട്ടൻ ഇഷ്ടംപോലെ സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണ്, നല്ല സൂപ്പർ ഹിറ്റ് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അന്ന് മദ്രാസിൽ കുമാർ എന്ന് പറഞ്ഞ ആൾ ഉണ്ട്, ഡ്രൈവർ. അപ്പം കുമാറും ഞങ്ങളെല്ലാവരും കൂടെ വിപിൻ ചേട്ടൻ ഉൾപ്പെടെ പോകുമ്പോൾ എല്ലാവരും പ്രിവ്യൂ കണ്ടിട്ട് സിനിമയെക്കുറിച്ച് ഭയങ്കര രസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ കുമാർ പറഞ്ഞൊരു കമൻറ്റ് എന്ന് പറഞ്ഞാൽ, സാറേ ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ. അപ്പോൾ സിയാദ് പറഞ്ഞു ഇത് ഈ വിപിൻ സാറ് ചെയ്ത് ക്യാമറ വർക്ക് ചെയ്യാൻ തോന്നുകയില്ലെന്ന് അയാൾ പ്രകീർത്തിച്ച് പറഞ്ഞതാ, ഭയങ്കര ഭംഗിയായിട്ടുണ്ടെന്ന്. അപ്പോൾ ആണെന്ന് തോന്നുകയില്ല അത്. അപ്പോൾ ആ സിനിമയിൽ ഈ ഭംഗിയെക്കുറിച്ച് അല്ല പുകഴ്ത്തിയതാ, പക്ഷെ അത്ര ഭംഗിയുണ്ട് എന്ന് പറഞ്ഞതാണ്. പക്ഷെ അത് വിപിൻ ചേട്ടൻ്റെ ആയാലും ഒരു ഗംഭീര വർക്കായിരുന്നു. ലാലുവിൻ്റെ ഒരു ഗംഭീര സെൻസും അത് പിന്നീട് എത്രയോ പടങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതേ സ്ഥലത്ത് മീശമാധവൻ ചെയ്യൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെ ഭയങ്കര ഒരു സംവിധായകനും ഒരു കാഴ്ചപ്പാടുണ്ട്, ക്യാമറാമാൻ അതുപോലെ കൂടെ നിന്ന്, അതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ എല്ലാവരും അന്നിപ്പോൾ ഇന്നത്തെ നമ്മുടെ തുടരുവിൻ്റെ അസോസിയേറ്റ് മറ്റേ ക്യാമറാമാൻ എന്ന ഷാജി ഇതിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു, ക്യാമറാമാനായിരുന്നു. അങ്ങനെ ഒരുപാട് പേരുടെ ഒരു കോൺട്രിബ്യൂഷനൊക്കെ എല്ലാവരുടെ ഭാഗത്തു നിന്നുണ്ടല്ലോ. ഈ ടെക്നിക്കൽ സൈഡിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ഉണ്ടെങ്കിൽ സിനിമയുടെ ഭംഗി കൂടും. അതെല്ലാവരും ഒരുപോലെ നിൽക്കണം. അത് ഈ സിനിമയിലുണ്ട്. അതിന് തുടക്കത്തിൽ തന്നെ ഒരു കുട്ടിയാനെ വെച്ചിട്ടാണ് നമ്മൾ ആദ്യത്തെ ഷോട്ട് എടുക്കുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, സുകുമാരി ചേച്ചിയൊക്കെ ഉണ്ടായിരുന്ന കുട്ടിയാനായിട്ട് വന്ന് അവിടെ ഷൂട്ട് തുടങ്ങി. അതൊരു ഐശ്വര്യത്തിന് ആ ആനയാണ് വെച്ച് ഫസ്റ്റ് ഷോട്ട് എടുത്തത്. ആ ആന എന്ത് ചെയ്താൽ അതിൻ്റെ ഷോട്ട് കഴിഞ്ഞു അത് പോവില്ല. കാരണം ഈ വന്നവരെല്ലാം പഴക്കൊലയും ഈ കാര്യങ്ങളും കൊണ്ടു കൊടുത്ത് അത് കുഞ്ഞ് ആനയാണ്. അതിന് ഇഷ്ടം കൂടിയിട്ട് അത് ഒരു വിധത്തിൽ വണ്ടി കയറി പോകില്ല. അതിനെ കൊണ്ടുപോകപ്പെട്ട പാട് ഞങ്ങൾക്ക് സങ്കടമായി. കാരണം തുടക്കത്തിൽ തന്നെ നമ്മളെ സങ്കടത്തിലായിരുന്നു. കാരണം ഈ ആന ഭയങ്കര സ്നേഹം കാണിച്ചിട്ട് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മയിലുണ്ട്. പിന്നെ നല്ല സിനിമയായിരുന്നു.
നല്ല പാട്ടുകളും നല്ല ഗംഭീരമായ പാട്ടുകളും ഉണ്ടായിരുന്നു. സുന്ദരിയെ സുന്ദരി എന്നുള്ള പാട്ടൊക്കെ അതൊക്കെ നൈറ്റ് ഷൂട്ട് ചെയ്താണ്. അതിന് ശേഷം മറ്റേ ഈ കൊട്ടവഞ്ചിയിൽ പോകുന്ന ഇപ്പൊ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഒഴുക്കുള്ള ഏരിയ ആയിരുന്നു. അപ്പൊ എങ്ങനെയായിരുന്നു ഈ സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ എങ്ങനെ കൺട്രോൾ ചെയ്തത്? ഞങ്ങളിപ്പം അതിനകത്ത് സ്റ്റിൽ ഫോട്ടോ കണ്ട് ഞാനും മറ്റേ ഈ ലാലുവൊക്കെ അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഈ അവിടുന്ന് കോസ്റ്റ്യൂമിൻ്റെ കയ്യിലേക്ക് കൊടുത്ത് ഞങ്ങളതിൻ്റെ നടുക്ക് നിൽപ്പുണ്ട് ഈ ആളുകളായിട്ട്. എന്തെങ്കിലും കുഴപ്പം പറ്റി പോയാൽ പിടിക്കാൻ അങ്ങനെ നിൽപ്പുണ്ട്. അങ്ങനെ വരെ നിന്നിട്ട് പിടിച്ച് ചെയ്തിട്ടുണ്ട്. അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആ സുന്ദരി സുന്ദരി സമയത്ത് മാനത്തിൽ ഒരു ചന്ദ്രൻ എന്ന് പറയുന്ന അതിനകത്ത് വരിയുണ്ട്. അപ്പോൾ ഈ ചന്ദ്രൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നാണെങ്കിൽ VFXലൂടെ ചന്ദ്രനെ വെക്കാം. സുന്ദരി സുന്ദരി എന്ന് പറയുമ്പോൾ ആ ഒരു ചന്ദ്രൻ ഇങ്ങനെ കത്തി നിൽക്കുന്നുണ്ട്. തേനെ മുന്നിൽ വാ നീ വാ തെൻകാണ്ടി കോലമയിൽ വാ. സത്യം പറഞ്ഞാൽ ആ ചന്ദ്രനെ നമ്മളത് ക്രിയേറ്റ് ചെയ്തിട്ട് അത് സ്കൈയിൽ തോന്നത്തക്കോണം ഇവിടുന്ന് അങ്ങോട്ട് ലൈറ്റ് ചെയ്ത് ആ ചന്ദ്രൻ റിഫ്ലക്ട് ചെയ്തിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് അന്നൊക്കെ അതങ്ങനെ ചെയ്യണം. ഇന്ന് VFX ഈസിയാണ് ചെയ്യാൻ, പക്ഷേ അന്ന് അത് ചെയ്യാൻ നമുക്ക് പറ്റില്ല. കാരണം ഫിലിമിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഭയങ്കര കോസ്റ്റ്ലിയാണ്, ഭയങ്കര നന്നാകില്ല എന്ന് പറഞ്ഞിട്ട് അത് അങ്ങനെ കാണിച്ച് ഷൂട്ട് ചെയ്യുക. അതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതൊക്കെ എന്ത് രാത്രിയിലൊക്കെ അത് കറക്റ്റ് സെൻറ്റർ ചെയ്തില്ലെങ്കിൽ ലൈറ്റ് ഉൾപ്പെടെ ഉള്ളത് ഈ റിഫ്ലക്ഷൻ വരും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ടൊക്കെ ഭയങ്കര രസകരമായ കുറേ കാര്യങ്ങൾ അതിലുണ്ട്. എല്ലാം നമ്മൾ സിനിമ എത്ര വർഷമായിപ്പം ഇപ്പോഴും പറയുമ്പോൾ നമ്മൾ മറക്കാതെ പറയുന്നു എന്ന് പറയുന്നേ. തീർച്ചയായും അതെ, അതേ ആയൊരു പിന്നെ 25 വർഷത്തിന് മുമ്പുള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ പറയുന്നത്. അതൊക്കെ ഒരു അന്ന് അങ്ങനെയാണ് സിനിമ. നമുക്ക് ഒരു എല്ലാ സിനിമകളും നമുക്ക് അങ്ങനെ തോന്നും. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഈ ലാൽ സാറിന്റെ കൂടെ തന്നെ ലാജു സാറിന്റെ കൂടെ തന്നെ സാർ ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു സിനിമ സമ്മാനിച്ച ബോണ്ടും ഫ്രണ്ട്ഷിപ്പും ഒക്കെ പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എത്തുമ്പോഴും ഒക്കെ എങ്ങനെയായിരുന്നു? ലാലുമായിട്ട് നമ്മൾ ഇപ്പോഴും അതെ തന്നെ നല്ല ഇതാണ്. എന്നുവെച്ചാൽ ലാൽ ജോസ് എന്ന് പറഞ്ഞ ഒരാൾ ഒരു മികച്ച സംവിധായകനാണ്. ഇത്രയും നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ട്. അസോസിയേറ്റ് ആയിരുന്നപ്പോഴും ഞാൻ സിനിമ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല ഒരു സുഹൃത്ത് ബന്ധം നമ്മളിപ്പോഴും ഉണ്ട്. അത് പിന്നെ തന്നെയല്ല, ലാൽ ജോസിൻ്റെ ഒരു തുടക്കം സിനിമ നമ്മൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് നമുക്കും ഒരു അഭിമാനമാണ്. കാരണം അത്രയും നല്ലൊരു സംവിധായകൻ്റെ സിനിമകളെ സിയാദൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാനും പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. സിനിമയിൽ ഇപ്പം ആ സിനിമയിൽ തന്നെ ഒരുപാട് നഷ്ടങ്ങളുണ്ട് നമുക്കിപ്പം. മണിച്ചേട്ടൻ, നെടുമണിച്ചേട്ടൻ, സുകുമാരി അമ്മ, ഒരുപാട് നഷ്ടങ്ങളുണ്ട്. ഒരുപാട് പേര് അതെന്ന് വെച്ചാൽ അത് ശരിക്കും പറഞ്ഞാൽ അവരൊക്കെ ഭയങ്കര ഈ സിനിമയ്ക്ക് വേണ്ടി ജീവിച്ചിരുന്നവരാണ്. ഈ പഴയ കാല നടന്മാരും അവരാരും ഒരു സാമ്പത്തികമായി ഒന്നും വലിയ കാശൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ലല്ലോ. അവരൊക്കെ ഒരു ലൊക്കേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് സുകുമാരി ചേച്ചിയൊക്കെ എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. മദ്രാസിൽ പോയിട്ട് വന്ന് കോയമ്പത്തൂർ ഇറങ്ങിയിട്ട് അവിടുന്ന് ട്രെയിനിൽ ഇറങ്ങിയിട്ട് കാറെടുത്ത് നമ്മുടെ ഇവിടെ വരുമ്പോൾ കയ്യിൽ 2 വലിയ കവറുണ്ടാവും, ചിപ്സുമായിട്ടായിരിക്കും വരുന്നത്. കാരണം ഈ ലൊക്കേഷനുള്ള മുഴുവൻ പേർക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ സുകുമാരി ചേച്ചിക്കൊക്കെ അങ്ങനെ സ്വഭാവങ്ങളുണ്ട്. എന്തും വരുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് വരിക, ഇല്ലെങ്കിൽ എന്താ കൈകിട്ടെന്ന് വെച്ചാൽ വാങ്ങിച്ചുകൊണ്ട് വരും, വാങ്ങിച്ചുകൊണ്ട് വരിക. പിന്നെ ഇവരെല്ലാം ഉണ്ണിച്ചേട്ടനൊക്കെ ആണെങ്കിലും ഒടുവിൽ ഉണ്ണിച്ചേട്ടനെ കുറിച്ച് അന്നൊക്കെ എല്ലാവരും പരാതി പറഞ്ഞു. എനിക്ക് ഉണ്ണിച്ചേട്ടനെ കുറിച്ച് ഒരു പരാതിയില്ലാത്ത ഒരുപാട് സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട്. ഭയങ്കര സ്നേഹമായിരുന്നു. ഉണ്ണിച്ചേട്ടനായാലും എല്ലാവരും. അതിനകത്ത് ശ്രീനേട്ടനൊക്കെ ഭയങ്കര, ശ്രീനേട്ടൻ ലൊക്കേഷനിലുണ്ട്. നമുക്ക് തമാശ പറഞ്ഞത് തന്നെ സമയം ഇഷ്ടംപോലെ അതിനകത്ത് എപ്പോഴും പറയും. പിന്നെ എല്ലാവരും തമ്മിൽ നല്ല ബന്ധമായിരുന്നോണ്ടേ ഭയങ്കര രസമുള്ളൊരു ലൊക്കേഷനായിരുന്നു. പിന്നെ നല്ല സിനിമയായി മാറിയപ്പോഴാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. അത് ഭയങ്കരമായിട്ട് ഇന്നും ആളുകൾ പറയുന്നത് അതിൻ്റെ പാട്ടുകളൊക്കെ ഇന്നും എപ്പോൾ ഏത് ഗാനമേളക്കാർക്ക് എത്രയോ വർഷം പാടിക്കൊണ്ടിരുന്ന പാട്ടാണ്. പിന്നെ അതൊക്കെ ഭയങ്കര ഒരു അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ഒരു ഉണ്ട്. അങ്ങനെ ഒരു സിനിമയായിരുന്നു മറുപത്തൂർ കഥ.
തീർച്ചയായും. എന്തായാലും 25 വർഷങ്ങൾക്ക് ഇപ്പോഴും അതേ ഭംഗിയോടുകൂടി അതേ ഓർമ്മയിൽ തന്നെ അതേ വെളിച്ചത്തിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ തീർച്ചയായും സിനിമ സമ്മാനിച്ച ഫീലിങ്സ് എത്രത്തോളാന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അത്രത്തോളം നാട്ടിൻ പുറത്തിൻ്റെ ഒരു ഭംഗിയൊക്കെ നൽകിയ ഒരു സിനിമ തന്നെയായിരുന്നു മറവത്തൂർ കനവ്. താങ്ക് യു.